ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നലെ വെച്ചാൽ പമ്പിന്ന് ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 8 മണിയൊക്കെ ആയിട്ടുണ്ട്. 8 മണിയൊക്കെ ആയപ്പോൾ തന്നെ നമ്മൾ മൊത്തം പാക്കൊക്കെ ചെയ്ത് കഴിഞ്ഞ് കുട്ടൂസിനായിട്ട് ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോകണതാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ കൊൽക്കത്തയിലുള്ള ആ ചേട്ടനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ചേട്ടൻ നമുക്ക് ലൊക്കേഷനൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നോക്കിയപ്പോഴേക്കും ഇവിടെ നിന്ന് 90 കിലോമീറ്ററാണ് ആ ചേട്ടൻ അങ്ങോട്ട് കാണിക്കണം. അതുപോലെ തന്നെ കൊൽക്കത്തയിലേക്ക് 80 തൊട്ട് 83 കിലോമീറ്റർ അടുത്ത് കൊൽക്കത്തയിലേക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഇന്ന് എത്താൻ പറ്റുമെന്ന് തന്നെ വിചാരിക്കണം. പിന്നെ എന്ന് പറഞ്ഞാൽ മഴ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇന്ന് എത്തിയില്ലെങ്കിൽ നമ്മൾ നാളെ ആയിരിക്കുള്ളൂ ആ ചേട്ടൻ അങ്ങോട്ട് പോകുന്നത്. അങ്ങനെ വച്ചാൽ നമ്മൾ രാവിലെ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ തന്നെ പമ്പിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണേന്. ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു ബോർഡ് കണ്ടപ്പോൾ കൊൽക്കത്തയിലേക്ക് ഒരു ബോർഡ് വെച്ചേക്കണ 86 കിലോമീറ്ററാണ്. നമ്മൾ മാപ്പിൽ നോക്കിയപ്പോഴേക്കും 84 കിലോമീറ്റർ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് എത്താൻ പറ്റുമെന്ന് തന്നെ വിചാരിക്കണം. ഇന്ന് എത്താൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ നാളെ രാവിലെ തന്നെ ആ ചേട്ടൻ്റെ അവിടെ എത്തണമായിരിക്കും. അത് കഴിയുമ്പോൾ ഒരു ദിവസം അവിടെ റെസ്റ്റ് എടുത്തിട്ട് വേണം കൊൽക്കത്തയൊക്കെ മൊത്തത്തിൽ ഒന്ന് കറങ്ങിയിട്ട് നമുക്ക് കൊൽക്കത്ത വിടണം. അങ്ങനെ നമ്മൾ ഇപ്പോൾ വന്നിട്ടിരിക്കുമ്പോൾ സമയം 9 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഇവിടെ ഒരു ചെറിയ കട ഉണ്ടായിരുന്നു. നല്ല രസമുണ്ട് കടയെ കാണാൻ. അതുപോലെ തന്നെ ആംബിയൻസൊക്കെ നല്ല രസമുണ്ട് ഇവിടുത്തെ ചേട്ടന്മാരൊക്കെ ആണെങ്കിലും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ രാവിലെ തന്നെ പൂരിയും അതുപോലെ തന്നെ കറി പിന്നെ ഒരു വടയുണ്ട്. ഇതപ്പോൾ കിഴങ്ങിൻ്റെ ബജ്ജി പോലത്തെ കിഴങ്ങിൻ്റെ ബജ്ജി തന്നെയാണ്. പിന്നെ പൂരിയും അതുപോലെ തന്നെ ഗ്രീൻ പീസും കിഴങ്ങും കൂടിയിട്ട കറിയാണ് രാവിലെ തന്നെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല അടിപൊളിയായിട്ട് നല്ല ഇവിടുത്തെ ലോക്കൽസിൻ്റെ ഒക്കെ ഇരുന്ന് കഴിക്കാൻ നേരത്ത് നല്ലൊരു ഫീൽ തന്നെയാണ്. കാരണം നമുക്ക് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഇനി യാത്ര തുടരാം. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ആ കടയിൽ നിന്ന് ഇറങ്ങി. ആ കടയിലാണെങ്കിൽ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അവിടെയുള്ള ആൾക്കാരുകളെല്ലാം നമ്മളോട് ഒന്ന് സംസാരിച്ച് നമ്മൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഭക്ഷണത്തിൻ്റെ പൈസ കൊടുക്കാൻ വേണ്ടി കഴിച്ച് കഴിഞ്ഞപ്പോഴേക്ക് ചോദിച്ച സമയത്ത് ആ ചേട്ടൻ കുഴപ്പമില്ല, പൈസ ഒന്നും വേണ്ട, മോൻ യാത്ര കണ്ടിന്യൂ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നമ്മളെ ഒരു നല്ലൊരു രീതിയിൽ തന്നെയാണ് അവിടെ നിന്ന് വീണ്ടും പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ വന്ന വഴിക്ക് ഇവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് പോലെന്നാണ് ഈ കടയിൽ കയറി കുറച്ച് നേരം ഇരിക്കണമായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ കുട്ടൂസിനെ പോലെയുള്ള ഇവരുടെ സൈക്കിളിനകത്ത് ഇവർ കൊണ്ടുപോകണ ലോഡ് കണ്ട. ഇതിപ്പോൾ ഞാൻ കുറേ നേരം കാണുന്നു. ഇപ്പോൾ കുറേ ചേട്ടന്മാർ ഇതുപോലെ മെറ്റിലും അതുപോലെ തന്നെ ചരലെല്ലാം 1 2 3 4 5 6 7 8 9 ചാക്കുകൾ നിറച്ച് ചരലും അതുപോലെ തന്നെ മെറ്റിലൊക്കെ ചുമന്നുണ്ടാ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ അത്രയും വെയിറ്റ് താങ്ങാനുള്ള കഴിവാണ് നമ്മളെ ഈ കുട്ടൂസനെ പോലത്തെ സൈക്കിളിന്. അപ്പോൾ 10 ആളെ ചുമക്കാനായിട്ടുള്ള ശക്തിയുള്ളവനാണ് നമ്മുടെ കുട്ടൂസൻ. അപ്പോൾ ഇത് കണ്ട. അങ്ങനെ നമ്മൾ വന്ന് അടുത്തൊരു പാലത്തിൻ്റെ പൊക്കത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് അപ്പുറത്ത് കാണണമെന്ന് പറഞ്ഞാൽ ബ്രിഡ്ജ് റെയിൽവേ ബ്രിഡ്ജാണ്. അത് 2 ബ്രിഡ്ജ് കാണാൻ വേണ്ടി സാധിക്കും. ആദ്യം ഒരെണ്ണമുണ്ട്, അത് കഴിഞ്ഞിട്ട് കുറച്ച് നീങ്ങിയിട്ട് ഒരെണ്ണമുണ്ട്. അത് ഒരു സൈഡിലേക്കുള്ളത് അപ്പുറത്തൂടി മറ്റേ തിരിച്ചു വരാനായിട്ടുള്ള സൈഡിലോട്ടുള്ള റെയിൽവേ ട്രാക്കുകളാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇതിപ്പോൾ ഒരു റിവറാണ് താഴെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ കൊൽക്കത്ത വരെ സൈക്കിൾ ഓട്ടാൻ വേണ്ടി ഒരു കമ്പനി കിട്ടിയതാണ്. പിന്നെ ഞാൻ പുള്ളിക്കാരെ പറഞ്ഞിട്ട് ഇപ്പോൾ ആ ഫ്രണ്ടിൽ ആ നീല കളർ ഷർട്ട് സൈക്കിൾ ഓട്ടി പോണ പുള്ളി എന്ന് പറഞ്ഞാൽ എന്നോടൊന്ന് സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായി. ഇപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങോട്ടേക്കാണ് പോകണമെന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരെ പറഞ്ഞു ഞാൻ കൊൽക്കത്തയിലേക്കാണ് സൈക്കിളിന് പോകണമെന്ന് പറഞ്ഞു. കൊൽക്കത്തയിലേക്ക് ഇവിടെ നിന്ന് 60 കിലോമീറ്ററൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്നോട് ചോദിച്ചു എങ്ങോട്ടേക്കാണെന്ന് വെച്ചാൽ ഞാൻ കൊൽക്കത്ത വഴി നേപ്പാളിലേക്കാണെന്ന് പറഞ്ഞ് പുള്ളി കുറേ നേരം സംസാരിച്ചിട്ട് ഇപ്പോൾ ഞാൻ ഇവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി നിർത്തിയപ്പോഴേക്കും പുള്ളി നേരെ പോയതാണ്. എന്തായാലും പുള്ളി പോട്ടെ, നമുക്ക് ഒറ്റയ്ക്ക് പോവാം. അപ്പോൾ നമ്മൾ ഈ കാണുന്ന നദി എന്ന് പറഞ്ഞാൽ റൂപ് നാരായണൻ എന്ന് പറയുന്ന നദിയാണ്. റൂപ് നാരായണൻ എന്നാണ് ഈ നദിയുടെ പേര്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ബോർഡൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഏതാ റിവറെന്ന് നോക്കാൻ വേണ്ടി ഗൂഗിളിൽ നോക്കിയപ്പോഴാണ് അതിൻ്റെ പേര് കിട്ടിയത്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കുറച്ചും കൂടി പോയിട്ട് ഏതെങ്കിലും മരത്തിൻ്റെ താഴെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും സൈക്ലിങ് തുടങ്ങണം. നമ്മളെന്തായാലും ഇന്ന് തന്നെ
കൊൽക്കത്ത എത്താനായിട്ടാണ് ചാൻസ് ഉള്ളത്. ക്ലൈമറ്റൊക്കെ നല്ല ക്ലൈമറ്റാണ്, നല്ല കാറ്റുണ്ട്. അപ്പോൾ വലിയ ടയേർഡൊന്നും ഇതുവരെ അനുഭവപ്പെടുന്നില്ല. അപ്പോൾ നമ്മൾ ഇതേപോലെ സൈക്കിളോട്ട് പോകണമെങ്കിൽ നമ്മളൊരു 7 മണി 8 മണിയൊക്കെ ആ നേരത്ത് പുള്ളിക്കാരൻ്റെ ലൊക്കേഷനിലോട്ട് എത്താൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ സമയം ഉച്ചക്ക് ഒരു 2 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ കൊൽക്കത്ത എത്തിയിട്ടുണ്ട്. റക്തല നമ്മളിവിടെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോഴേക്കും സാറുമാരെ പരിചയപ്പെട്ടിരുന്നു പറഞ്ഞാൽ ഇവിടുത്തെ ട്രാഫിക് പോലീസിൻ്റെ സാറുമാരാണ്. ഇപ്പോൾ സാർ नाम लक्ष्मीकांत मंडल. लक्ष्मीकांत मंडल, ओके, थैंक यू. और सर का नाम? हाँ, सौरभ. सर का समीर मंडल. ओ अभी कोलकाता है ना? कोलकाता हावड़ा डिस्ट्रिक्ट है. അപ്പോൾ കൊൽക്കത്തയിൽ നമ്മൾ ഹൗറയിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും ഇവരെയൊക്കെ പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷമുണ്ട്. സാറുമാർ അങ്ങനെ നമ്മൾ ആ സാറുമാരുടെ അവിടെ നിന്ന് ഇറങ്ങി. അവരും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അവർ നമ്മളോട് കുറേ നേരം വിളിച്ചിരുന്ന് സംസാരിച്ചിട്ട് അതിനകത്ത് മെയിനായിട്ടുണ്ടായ സാറ് ലാസ്റ്റ് ആയപ്പോൾ എന്നോട് വെച്ച് ഞാൻ ഒരു 100 രൂപ തരട്ടെ മേടിക്കുമെന്ന് വെച്ചിട്ട് ഞാൻ ആ കുഴപ്പമില്ല തന്നോളാൻ പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ 100 രൂപ എടുത്ത് തന്നിട്ട് നീ ഇപ്പോൾ പോണ വഴിക്ക് വെള്ളമൊക്കെ മേടിച്ച് കുടിക്ക്, എന്തായാലും ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നല്ലൊരു പെരുമാറ്റം തന്നെ. ഇതിപ്പോൾ നമ്മൾ കൊൽക്കത്തയിൽ കയറിയേക്കണാണ്. കൊൽക്കത്തയിലെ ഹൗറ ഡിസ്ട്രിക്റ്റ് എന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ നമുക്കിനി ഒരു 30 കിലോമീറ്റർ 35 കിലോമീറ്ററും കൂടി പോയി കഴിഞ്ഞാൽ കൊൽക്കത്ത സിറ്റി എത്താം. അവിടെ നിന്ന് ഒരു 5 കിലോമീറ്ററും കൂടി പോയി കഴിഞ്ഞാൽ നമുക്കിന്ന് ആ ചേട്ടൻ്റെ അടുത്ത് എത്തിപ്പെടാൻ വേണ്ടി പറ്റും. എന്നാൽ നമ്മുടെ അവിടെ അല്ലോ മോഡിഫിക്കേഷനൊന്നും സ്റ്റിക്കറിങ്ങൊന്നും പാടില്ല. ഇവിടെ കൊൽക്കത്തയിലാണ്. ഇപ്പോൾ കൊൽക്കത്തയിലെ ബസ്സുണ്ട്, ടൂറിസ്റ്റ് ബസ്സാണ്. ഫ്രണ്ടിലെ മിററിലൊക്കെ വരെ കുതിരയൊക്കെ ഉണ്ട്. ബാക്കിലാണെങ്കിൽ ഫുള്ള് പ്രൊജക്ഷനാണ്. അതുപോലെ ഫ്രണ്ട് കാണിച്ചു തരാം. കണ്ടാ മോനെ, ഈ ക്രോസിംഗ് ഉണ്ട്. ഈ ക്രോസിംഗ് ഉള്ള വണ്ടിയൊക്കെ നമുക്ക് കയറ്റിക്കൊണ്ടു കേട്ടോ. ബൈക്ക് 2 വീലറെല്ലാം കയറി പോകണുണ്ടോ. ഹൈവേ ക്രോസ് ചെയ്യാനായിട്ടുള്ള സെറ്റപ്പ് നമ്മുടെ നല്ല അടിപൊളിയായിരിക്കും തിരക്കുള്ള ഭാഗങ്ങളിലൊക്കെ. അപ്പോൾ നമുക്ക് കൊൽക്കത്തയിലേക്ക് ഇവിടുന്ന് നേരെ പോയിട്ട് ഒരു സർക്കിൾ കയറി നേരെ റൈറ്റിലോട്ടാണ് പോകാനുള്ളത്. റൈറ്റിലോട്ടുള്ള വഴിയാണ് കൊൽക്കത്ത. നേരെ ഡൽഹിയിലോട്ടുള്ള റൂട്ടാണ്. അങ്ങനെ നമ്മൾ വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ആ ഹൈവേ എന്നാണ്. ആ ഹൈവേ നിന്ന് വന്നിട്ട് നമ്മളിപ്പോൾ ഇവിടെ താഴെ കാണാം ആ സർവീസ് റോഡിൽ കൂടി ഇങ്ങനെ പോയിട്ട് വണ്ടികൾ വളയണുണ്ടോ. ആ വഴി ഇങ്ങനെ വളഞ്ഞ് കറങ്ങി നമ്മളിപ്പോൾ ഇതിൻ്റെ പാലത്തിൻ്റെ പൊക്കത്തെത്തിയിട്ടുണ്ട്. എൻ്റെ ഈ ഫ്ലൈ ഓവർ നേരെ ഇറങ്ങി പോണ നേരെ കൊൽക്കത്തയിലേക്കാണ്. ഇനി ഇവിടുന്ന് വെറും 20 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കൊൽക്കത്ത. അങ്ങനെ നമ്മൾ വെൽക്കം ടു ദ സിറ്റി ഓഫ് ജോയ് കൊൽക്കത്ത. കൊൽക്കത്തേൻ്റെ ബോർഡ്, മെയിനായിട്ടുള്ള വെൽക്കം ബോർഡ് നമ്മൾ കണ്ട് സിറ്റി ഓഫ് ജോയ് കൊൽക്കത്ത. അത് നമ്മൾ വന്നിട്ടിരിക്കണ റോട്ടിൽ നിന്ന് സർവീസ് റോഡിലോട്ട് കയറി. സർവീസ് റോഡിൽ നല്ല തിരക്കാണ്. സർവീസ് റോഡിലാണ് കൂടുതൽ തിരക്കുന്നത്. കാരണം ഹൈവേയിൽ കണ്ടതാണ്. ഹൈവേയിൽ ഇങ്ങനെ ബ്രിക്ക് വെച്ചിട്ട് 3 ട്രാക്കാണ്. 1 2 3 ട്രാക്കായിട്ട് ബ്രിക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് വലിയ വലിയ വണ്ടികളുടെയൊക്കെ കറക്റ്റ് സൈസ്. അപ്പോൾ കുട്ടൂസനായിട്ട് അവർ പോകാൻ നേരത്ത് ഭയങ്കര പണിയാണ്. അപ്പം നേരെ നമ്മൾ അവിടെ നിന്ന് സർവീസ് റോഡിലോട്ട് കയറി. അങ്ങനെ നമ്മൾ കൊൽക്കത്തയിലെ ബോർഡൊക്കെ കണ്ടിട്ട് അവിടെ നിന്ന് വന്ന വഴിക്ക് അവിടുത്തെ പോലീസുകാരൊക്കെ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിർത്തി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വന്ന വഴിക്ക് നമ്മളെ അവിടെ വെച്ച് കണ്ടാണ് 2 ചേട്ടന്മാർ. ഇവർ ആംബുലൻസ് ഇവിടുത്തെ സർവീസാണ്. അപ്പോൾ ഇവർ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മളെ വിളിച്ച് സംസാരിച്ച് നല്ല കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ കൊൽക്കത്തയിലെല്ലാം വളരെ നല്ല ആൾക്കാരൊക്കെ തന്നെ എന്നാണ് ഇവരും പറയണത്. വലിയ പേടിക്കാനൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ भाई साहब नाम? चंदन भाई. वो कोलकाता आती है. कोलकाता मोहम्मद जफर എന്നാണ്. അപ്പോൾ അഖിൽ. അപ്പോൾ എന്തായാലും അടിപൊളിയായിരുന്നു. ഇവർ പരിചയപ്പെട്ടതിൽ ഇവർ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവർ നമ്മുടെ അങ്ങോട്ടേക്ക് തന്നെയാണ്. പക്ഷേ ഇവർക്ക് ആംബുലൻസ് ആയതുകൊണ്ട് ഇവർ പറഞ്ഞാൽ ഞങ്ങൾക്ക് 10 മിനിറ്റ് മതി എന്ന് പറഞ്ഞത്. എനിക്ക് ഇവിടുന്ന്
20 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ എങ്ങനെ വന്നാലും ഞാനവിടെ എത്താൻ നേരത്ത് ഒരു 6 മണിയൊക്കെ ആവും എന്തായാലും. അങ്ങനെ ആ കൊൽക്കത്ത കയറിയപ്പോൾ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ആൾക്കാർ നമ്മൾ സംസാരിക്കുന്നതും അതുപോലെ തന്നെ സ്ഥലങ്ങളാണെങ്കിലും കാഴ്ചകളാണെങ്കിലും നല്ല രസമുണ്ട് കൊൽക്കത്ത കാണാനായിട്ട്. ഓ ബൈ. അപ്പോൾ ഇവരാണ് നമ്മൾ അവിടെ നിന്ന് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവരുടെ വീടെന്ന് പറഞ്ഞാൽ വിക്ടോറിയ മെമ്മോറിയലിൻ്റെ അടുത്താണെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ നാളെ കൊൽക്കത്ത ഇറങ്ങണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും എന്നോട് പറഞ്ഞു എന്നാൽ അവരുടെ അങ്ങോട്ട് പോവാം, അവിടേക്ക് നമുക്ക് കറങ്ങാം, അതുപോലെ തന്നെ അവിടെ അവരുടെ വീട്ടിൽ നിൽക്കണമെങ്കിൽ നിൽക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്കിന്ന് ആ ചേട്ടൻ അവിടെ പോയി നോക്കിയിട്ട് അവിടെ നാളെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ ഇറങ്ങിയിട്ട് ഇവരുടെ വീട്ടിലായാലും പോയി നിന്ന് കൊൽക്കത്ത മൊത്തത്തിൽ നമുക്ക് കവർ ചെയ്തിട്ടായിരിക്കുള്ളൂ കൊൽക്കത്ത വിടണത്. അപ്പോൾ നേരെ തന്നെ പൊക്കത്തൂടി അടുത്ത റെയിൽവേ ബ്രിഡ്ജും ഉണ്ട്. അപ്പോൾ നമ്മൾ താഴെ കൂടി പോകണം. അങ്ങനെ നേരെ ഒരു പാലം വന്നപ്പോഴേക്കും പാലത്തിൻ്റെ പൊക്കത്തോട്ട് കയറിയ പണി കിട്ടി. ഇവിടെ സൈക്കിൾ ഈ പൊക്കത്തോടി പോകാൻ പാടില്ല, ഇതിൻ്റെ താഴെക്കൂടി പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മളെ തിരിച്ചു വിട്ട്. ഇനിയിപ്പോൾ വണ്ടികൾ നല്ലോണം വന്നിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് സൈഡിൽ കൂടി നോക്കി പാലത്തിന് താഴെ ഇറങ്ങിയിട്ട് റൈറ്റിൽ കൂടി താഴെ കൂടി വേണം നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട്. നമ്മളപ്പോൾ വന്ന വഴിക്ക് ഇവിടെ ഇരുന്ന് എൻട്രി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ താഴത്തൂടിയും വഴി ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്നൊരു സംശയം വന്നാൽ അവിടെ നിന്ന് ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോഴേക്കും ഗൂഗിൾ മാപ്പ് പിന്നെ നമ്മൾ വണ്ടിയിലുള്ള ഡയറക്ഷൻ ഇട്ടായിരുന്നു. അപ്പോൾ അവർ മേളിലോട്ടാണ് കാണിച്ചത്. അപ്പോൾ ആ വഴി കയറിപ്പോയതാണ്. അങ്ങനെയാണ് അവിടെ നിന്ന് പിടിച്ചിട്ട് നമ്മളെ തിരിച്ച് നമ്മളോട് പറഞ്ഞ് താഴെ കൂടിയാണ് പോകേണ്ടതെന്ന് പറഞ്ഞു. വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല, നല്ല രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ എല്ലാവരും പെരുമാറണത്. കാരണം വലിയ പ്രശ്നമൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കൊൽക്കത്ത കയറിയപ്പോൾ ഉള്ളിലെ വഴി എന്ന് പറഞ്ഞാൽ ഇത് മെയിൻ വഴി തന്നെയാണ്. നമുക്ക് മറ്റേ പൊക്കത്തൂടി പോകാൻ പറ്റാത്തതുകൊണ്ട് കറങ്ങി വേണം പോകാനായിട്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ നല്ല തിരക്കാണ്, നിറയെ ബസ്സുകളും വണ്ടിക്കാരും. പക്ഷേ നല്ല ഒരു പ്രത്യേക ഫീലും ഉണ്ട് കേട്ടോ ഈ സിറ്റിയിൽ എത്തിയിട്ട്. കൊൽക്കത്തയും നല്ല അടിപൊളി തന്നെയാണ്. കുറേ വിൻറ്റേജ് ബിൽഡിങ്ങുകളും അതുപോലെ തന്നെ വണ്ടികളൊക്കെ നമുക്ക് കുറേ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ ഇവിടുത്തെ വഴികളും പോയേക്കണുണ്ടാവും. ഫുള്ള് എക്സ്പ്രസ് വേ ആണ് മേളിൽ കൂടി പോയേക്കണം. അത് കാരണം സൈക്കിളിന് നമുക്ക് പൊക്കത്തൂടി പോകാൻ വേണ്ടി പറ്റില്ല. അത് കാരണമാണ് നമ്മൾ ഇത്രയും കറങ്ങി ഒരു എക്സ്ട്രാ 2-3 കിലോമീറ്റർ നമ്മൾ താഴെ കൂടി സർവീസ് റോഡുകൾ ഇങ്ങനെ കറങ്ങിയാൽ പോകണം. അങ്ങനെ കൊൽക്കത്ത നല്ല അടിപൊളിയാണ് കാണാനാണെങ്കിലും നല്ല രസമുണ്ട്. ഇത് ഫുള്ള് എക്സ്പ്രസ് വേ ആണ്. അപ്പോൾ ഈ വഴിയൊന്നും വരാൻ പാടില്ല സൈക്കിളും കൊണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് എന്നെ കുറച്ച് ഓഫീസേഴ്സ് കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എത്തിയിട്ട് ഇവിടെ നിന്ന് വളഞ്ഞു വേണം നമുക്ക് പോകാനായിട്ട്. കാരണം നമ്മുടെ ബാക്കിൽ കാണാനാണ് ഹൗറ ബ്രിഡ്ജ്. ഹൗറ ബ്രിഡ്ജിൽ നമുക്ക് സൈക്കിളായിട്ട് കയറാനായിട്ടുള്ള പെർമിഷൻ ഇല്ല. അങ്ങനെ ഇപ്പോൾ കൊൽക്കത്തയിലെ എക്സ്പ്രസ് ഹൈവേയിൽ ഇപ്പോൾ വഴി അറിയാണ്ട് ഇങ്ങനെ നിൽക്കണേ. ബാക്കിലൊരു ഓഫീസറിനോട് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് ഇവിടെ നിന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ കറങ്ങി വരും, അപ്പോഴേക്കും അടുത്ത വഴി വരുമെന്ന് പറഞ്ഞത്. പക്ഷേ ഞാൻ ഗൂഗിൾ മാപ്പിൽ നോക്കുമ്പോൾ ഗൂഗിൾ മാപ്പ് മൊത്തം കാണിക്കണം ഈ വഴി നേരെ ഹൗറ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് കിടന്നാലാണ് നമ്മുടെ ലൊക്കേഷൻ എന്നാണ്. എവിടെ എത്തുമെന്ന് അറിയാൻ പാടില്ല. ഇപ്പോൾ സമയം 5 ആയിട്ടുണ്ട്. എന്തായാലും 7 മണിക്ക് മുമ്പ് നമുക്ക് ആ ചേട്ടൻ്റെ അവിടെ എത്തിപ്പെടണം. വെറുതെ അല്ല കൊൽക്കത്ത സിറ്റി ഓഫ് ജോയ് എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്നത്. നല്ല രസം തന്നെയാണ്. കേരള. അപ്പോൾ നമ്മൾ ഹൗറ ബ്രിഡ്ജ് കയറാണ്ട് അങ്ങോട്ടേക്ക് പോകാനായിട്ടുള്ള വഴിയാണ് ഇപ്പോൾ ഈ കാണുന്നത്. എന്തായാലും വഴികളൊക്കെ നല്ല രസമുണ്ട്. എല്ലായിടത്തും എല്ലാ ജംഗ്ഷനിലും നിറയെ പോലീസുകാർ, ട്രാഫിക് പോലീസുകാർ, പിന്നെ എല്ലാത്തിനുള്ള ഫെസിലിറ്റീസും ഉണ്ട് കേട്ടോ ഇവിടെ. നമുക്ക് എന്തായാലും ഇവിടെ എത്തിയിട്ട് നമുക്ക് ലെഫ്റ്റിലേക്കാണ്. കാരണം ഈ റോഡ് ഉണ്ട്, GT റോഡ് ആൻഡ് ഷാലിമാർ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് ആ ഭാഗത്തേക്കാണ് നമ്മളപ്പോൾ MG റോഡ് എന്ന് പറഞ്ഞ MG റോഡിൻ്റെ അവിടെയാണ് നമ്മുടെ ലൊക്കേഷൻ വന്നത്. അപ്പോൾ MG റോഡിലോട്ട് പോകണം നമുക്ക്. ഓ ഭാഗ്യം, എക്സ്പ്രസ് വേൻ്റെ ഒരുമാതിരിയൊക്കെ തീരുമാനമാണ്. ഇത്ര നേരം ഇതേപോലത്തെ വഴി കയറിയിട്ട് കറങ്ങി തിരിഞ്ഞ് ഗൂഗിൾ മാപ്പ് നോക്കി ആകെ ഒരു മണിക്കൂറെടുത്ത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ വരുന്നു. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ലൊക്കേഷൻ നോക്കിയിട്ട് ഇതിപ്പോൾ സാധാ നല്ല തിരക്കുള്ള പഴയ പോലത്തെ വഴി എത്തിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഇപ്പോൾ പാലത്തിൻ്റെ പൊക്കത്ത് വെച്ചൊരു ചേട്ടനെ പരിചയപ്പെട്ടായിരുന്നു. ആ ചേട്ടൻ
അടിപൊളിയായിരുന്നു, കൊൽക്കത്തക്കാരൻ തന്നെയാണ്. അപ്പോൾ നമ്മളോട് വന്നിട്ട് കുറേ ട്രാവലിനെ കുറിച്ചൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞ് ബി കെയർഫുൾ ആൻഡ് ട്രാഫിക് മാത്രം നീ നോക്കിയാൽ മതി, ട്രാഫിക്കാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം. അപ്പോൾ സൈക്കിൾ ചവിട്ടി പോകുമ്പോൾ ട്രാഫിക് ഒന്ന് നല്ലോണം നോക്കി നീ കെയർഫുള്ളായിട്ട് പോയിക്കൊള്ളാൻ വേണ്ടി പറഞ്ഞ്. വേറെ ഒന്നും പേടിക്കാനൊന്നുമില്ല, എല്ലാവരും അടിപൊളിയാണെന്ന് പറഞ്ഞേക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും ഞാൻ ചേട്ടൻ്റെ ലൊക്കേഷൻ നോക്കി പോവാം. അങ്ങനെ നമ്മൾ ആ വഴി കയറ്റി വിടാണ്ടായപ്പോൾ നമ്മൾ അടുത്ത വഴി വന്നിട്ടുണ്ട്. ഈ വഴി പോകുമ്പോൾ ഹൗറ ബ്രിഡ്ജാണ് കാണിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ താഴേക്കാണ് ഹുഗ്ലി റിവർ. അപ്പോൾ അവിടെ തന്നെ ആയിട്ട് നമുക്കൊരു വാക്കിയൊക്കെ കാണാം, നല്ല രസമുണ്ട് കാണാനായിട്ട്. നമ്മുടെ മറൈൻ ഡ്രൈവിലെ പോലെയൊക്കെ തന്നെയുള്ള അതിനാലും നല്ലൊരു ഭംഗി തന്നെയാണ് ശരിക്കും കാണാനായിട്ട്. രണ്ടും രണ്ട് വ്യത്യാസത്തിൽ. അപ്പോൾ നമുക്ക് അവിടെ താഴേക്ക് ഇറങ്ങിപ്പോയിട്ടൊക്കെ ഇരുന്ന് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഓപ്പോസിറ്റായിട്ട് ഒരു ചെറിയ പാലം. അപ്പോൾ അവിടെ കാണാൻ വലിയ പാലത്തിലൂടെയാണ് സൈക്കിളിനൊന്നും പോകാൻ വേണ്ടി പറ്റാത്തത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വഴി പോയി നോക്കാം. അപ്പോൾ നമ്മളെന്തായാലും നാളെ കൊൽക്കത്തയിൽ തന്നെ ഇരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് പരമാവധി കൊൽക്കത്തയുടെ ഉള്ളിലെല്ലാം പോയി ഒന്ന് കറങ്ങണം. കാരണം നല്ല രസമാണ് ഇവിടെ വന്നു കഴിഞ്ഞിട്ടും. ആൾക്കാരുകളാണെങ്കിലും നമുക്ക് ഈ സിറ്റി ആണെങ്കിലും നല്ല ഒരു ഫീൽ തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ വഴിയൊക്കെ തെറ്റി ആകെ കറങ്ങി തിരിഞ്ഞ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണേ. അപ്പോൾ നമ്മൾ ആ കയറ്റി വിടാണ്ട് വന്ന പാലമുണ്ടല്ലോ, വലിയ പാലം, അത് സെക്കൻഡ് ബ്രിഡ്ജാണ്. നമ്മളിപ്പോൾ പോകണതാണ് ശരിക്കും ഹൗറ ബ്രിഡ്ജ്. അപ്പോൾ ആ ബ്രിഡ്ജിൻ്റെ ബ്രിഡ്ജ് നാം വിദ്യാസാഗർ സേതു. അവിടെ ബൈക്കല്ല അവിടെ, ഓൺലി സൈക്കിൾ ഗാഡി. ബൈക്കിനെല്ലാം പോവാം, സൈക്കിളിന് പോകാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അത് രണ്ടാമത്തെ ബ്രിഡ്ജാണ്. നമുക്ക് എന്തായാലും അവിടെ കൂടി പോകാൻ പറ്റാത്തത്. എന്തായാലും നന്നായി, നമുക്ക് ഈ വഴി ഹൗറ ബ്രിഡ്ജെല്ലാം കയറി നമുക്ക് ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോവാം. അപ്പോൾ നെയിം രോഹിത്, സച്ചിൻ, സന്ദീപ്. അപ്പോൾ പൂര ഇതറിയേ അപ്പോൾ ഇവിടെ തന്നെ ഉള്ളവരാണ്. നമുക്കിപ്പോൾ ഇനി ബാക്കിയുള്ള റൂട്ടും കൂടി ഒന്ന് ചോദിച്ച് കൺഫേം ആക്കിയിട്ട് നമുക്ക് പോവാം. അപ്പോൾ താങ്ക് യു. അങ്ങനെ നമ്മൾ ഹൗറ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ സ്റ്റേഷൻ തന്നെ കാണാൻ നല്ല രസമുണ്ട്, നല്ല തിരക്കുമാണ്. റെയിൽവേ സ്റ്റേഷൻ, ഹൗറ റെയിൽവേ സ്റ്റേഷൻ ന്യൂ കോംപ്ലക്സ്. അപ്പോൾ നേരെ നമ്മൾ പോയിട്ട് ഇനി ഹൗറ ബ്രിഡ്ജിലേക്ക് പോകാനായിട്ടുള്ള വഴി നോക്കിയിട്ട് പോകണം. അപ്പോൾ ആ വഴി ആയിരുന്നില്ല, ആ വഴി നമ്മൾ വന്നത് അത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. നമ്മൾ ഇപ്പുറത്തെ വഴിയിലോട്ട് തിരിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ ഹൗറ ബ്രിഡ്ജിലേക്കാണ്. ഹൗറ ബ്രിഡ്ജ് കയറി അപ്പുറത്ത് എത്തുമ്പോഴേക്കും വിക്ടോറിയ മെമ്മോറിയലിൻ്റെ വഴിയാണ് നമുക്ക് ആ ചേട്ടൻ അങ്ങോട്ട് പോകാനുള്ളത്. അപ്പോൾ നമുക്ക് ഇന്നെന്തായാലും വിക്ടോറിയ മെമ്മോറിയൽ കയറാനൊന്നും പറ്റില്ല, കാരണം ആകെ ടയേർഡാണ്. പിന്നെ സമയം ഇപ്പോൾ 6 മണിയൊക്കെ ആവാറായി. ഇപ്പോൾ അത് ക്ലോസ് ചെയ്തിട്ടുണ്ടാവുമെന്ന് തോന്നുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നാളെ വിക്ടോറിയ മെമ്മോറിയലൊക്കെ വന്ന് കണ്ട് ഒന്നും കൂടി ഹൗറ ബ്രിഡ്ജ് കുട്ടൂസനൊക്കെ ആയിട്ട് വന്ന് കറങ്ങിയിട്ടൊക്കെ മറ്റന്നാൾ നമ്മളെന്തായാലും കൊൽക്കത്തയിൽ നിന്ന് ഡാർജിലിങ്ങിലേക്ക് പോകാനായിട്ടുള്ള റൂട്ട് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അങ്ങനെ കൊൽക്കത്തയിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും കൊൽക്കത്ത ഒരു അത്ഭുതമായി തോന്നുന്നുണ്ടോ ഇല്ലയോ എന്നൊരു സംശയമില്ലാതില്ല. എന്തായാലും നല്ല കുറേ കാഴ്ചകളും നല്ല രസം തന്നെയാണ് ഈ വഴി പോകാനായിട്ട്. അപ്പോൾ നമ്മൾ നേരെ ഫ്രണ്ടിലാണ് നല്ല വലിയതായിട്ട് ഇങ്ങനെ എടുത്തിരിക്കണം ബ്രിഡ്ജ്. ഇങ്ങനെ നമ്മൾ കറങ്ങി ബ്രിഡ്ജിൻ്റെ പൊക്കത്ത് എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കൊച്ചിയിൽ നിന്ന് സൈക്കിളോട്ടി കൊൽക്കത്തയിലെ ഹൗറ ബ്രിഡ്ജിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കൊൽക്കത്തയിലെ ഒരു അത്ഭുതമായിട്ട് നിൽക്കുന്ന ഒരു കൺസ്ട്രക്ഷനാണ് ഈ ഹൗറ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ഒരു അത്ഭുതത്തിലൂടെ സൈക്കിളോട്ടി പോകുമ്പോൾ കിട്ടുന്നൊരു ഫീൽ എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. മച്ചാരെ അത്രയ്ക്ക് സന്തോഷമാണ്.
അതിൻ്റെ രണ്ടാമത്തെ പാലമാണ് അപ്പുറത്ത് വന്നേക്കണം. അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പണിതാണ്. എന്ന് പറഞ്ഞാൽ ആ ഒരു കയറ്റി വിടാൻ എന്തായാലും നന്നായി. ഇവിടെ എന്തായാലും നമ്മൾ നാളെ ഈ വഴി വരുന്നുണ്ട്. ഇവിടെ ഞാൻ കാണണം. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കാണ് കേട്ടോ. എന്നാലും വേറെ സിറ്റികളെ അപേക്ഷിച്ച് ഞാനിപ്പോൾ ബാംഗ്ലൂരാണെങ്കിൽ നല്ല തിരക്കായിട്ട് നമുക്ക് റഷ് അനുഭവപ്പെടും. ഇവിടെ എന്ന് പറഞ്ഞാൽ കാഴ്ചകളിൽ നല്ല പുതുമയുള്ള കൊണ്ടിട്ട് നമുക്ക് അങ്ങനെ വലിയ റഷായിട്ടൊന്നും ഫീൽ ചെയ്യണമെന്നില്ല. എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ്ട് ഇവിടെ. ബിൽഡിങ്ങൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ട്. നമ്മളിപ്പോൾ എത്തിയിട്ടില്ല. നമുക്ക് കൊൽക്കത്ത എന്തായാലും മൊത്തത്തിൽ നാളെ കാണാം. റെഡായി എന്നാലും നമുക്ക് പരമാവധി വേഗം പോയി ക്രോസ് ചെയ്യാം. അയ്യോ, ഈ വഴി പോയാലും നേരെ വിക്ടോറിയ മെമ്മോറിയൽ എത്തുമെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് നേരെ ആ ചേട്ടൻ അങ്ങോട്ട് പോകാനായിട്ടുള്ളത്. എന്തായാലും കൊള്ളാം, സിറ്റിയൊക്കെ അടിപൊളിയാണ്. പക്ഷെ നമ്മളെത്തിയ സമയം ശരിയല്ല. രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. മൊത്തം സിറ്റിയുടെ ഉള്ളിൽ കൂടി കറങ്ങി വൈകിട്ടാകുമ്പോൾ നമുക്ക് ഏതെങ്കിലും നിൽക്കാനായിട്ട് സ്പോട്ട് ഉണ്ടെങ്കിൽ അവിടെ അങ്ങോട്ടേക്ക് പോകാൻ നേരത്തൊക്കെ നല്ല രസമായിരിക്കും. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ അയ്യോ, അത് വണ്ടിക്കാരോട് മത്സരിച്ചാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ മൊത്തം അത്രയും റഷിലായിരുന്നു. ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയിട്ടുള്ളൊരു റോഡ് കിട്ടിയത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ സമയം ഏകദേശം 8 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ അടിപൊളിയായിട്ട് തന്നെ ചേട്ടൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. നല്ലൊരു ആംബിയൻസ് തന്നെ, നല്ല തിരക്കി. നമ്മൾ പെട്ടെന്ന് ഇവിടെ ഒരു റെസിഡൻ്റൽ ഏരിയയാണ്. അതുപോലെ തന്നെ ഈ ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളത് ചേട്ടൻ പോർച്ചുഗലിലൊക്കെ സൈക്ലിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള. അപ്പോൾ പോർച്ചുഗലിൽ സൈക്ലിംഗ് ചെയ്ത ടൈമിൽ ആക്സിഡൻ്റ് ആയിട്ട് കയ്യിൽ സ്റ്റീലൊക്കെ ഇടേണ്ടി വന്നു. എന്നിട്ട് അവിടെ നിന്ന് റിട്ടേൺ ഫ്ലൈറ്റിന് സൈക്ലിംഗ് സ്റ്റോപ്പ് ചെയ്തിട്ട് വരേണ്ടി വന്നു. അപ്പോൾ ആ ചേട്ടനൊക്കെ നമുക്ക് എന്തായാലും പരിചയപ്പെടാം. നമ്മളപ്പോൾ ആ ചേട്ടൻ്റെ വീട്ടിൽ കയറിയപ്പോഴേക്കും കുട്ടൂസിനെ ഇപ്പോൾ നമ്മൾ അകത്തേക്ക് കയറ്റി വെച്ചോളാൻ പറഞ്ഞു. ഞാൻ ഇപ്പോൾ മണ്ണെല്ലാം ഉള്ളതുകൊണ്ട് കുട്ടൂസിനെ പുറത്ത് വെക്കാമെന്ന് പറഞ്ഞപ്പോഴേക്കും കുഴപ്പമില്ല, അകത്തെടുത്ത് വെച്ച് ഇവിടെ കയറ്റി വെച്ചോളാൻ പറഞ്ഞിട്ട് നമ്മളിപ്പോൾ കുട്ടൂസിനെ എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വന്നു കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ചായയും ബിസ്ക്കറ്റെല്ലാം തന്നു, അതെല്ലാം കഴിച്ച്. അപ്പോൾ ഇതാണ് ആ ചേട്ടൻ. നമുക്ക് ആ ചേട്ടനൊന്ന് എന്തായാലും പരിചയപ്പെടാം. നെയിം തപ്പൻ കുമാർ ദാസ്. അപ്പോൾ മനോരഞ്ജൻ എന്ന് പറഞ്ഞ ആ ചേട്ടനാണ് നമുക്ക് ഈ കോണ്ടാക്ട് തന്നത്. അപ്പോൾ എന്തായാലും വളരെ ഉപകാരം തന്നെയായിരുന്നു. നമുക്ക് ഇവിടെ എത്തിപ്പെട്ടതിലും വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മളില്ലെങ്കിൽ ഇന്നും ഈ സിറ്റീൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലുമൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര റഷായിരിക്കും. അപ്പോൾ ഇന്ന് എത്തിപ്പെട്ട സ്ഥലം എന്ന് പറഞ്ഞാൽ വളരെ നല്ല സ്ഥലം തന്നെ. അപ്പോൾ താങ്ക് യു സാർ.